കൊൽക്കത്ത നിവാസികൾക്കും മെട്രോപോളിസിലേക്കുള്ള ദേശീയ അന്തർദേശീയ സന്ദർശകർക്കും ഒരു പ്രധാന ആകർഷകമായി മാറിയിരിക്കുന്നു സയൻസ് സിറ്റി. സയൻസ് സിറ്റി പ്രദർശനങ്ങളുടെ മാത്രം ശേഖരമല്ല, മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും പര്യവേഷണത്തിൻ്റെയും നവീകരണ ശക്തിയുടെയും തെളിവുകളായി മാറിയിരിക്കുകയാണ് ഇവിടം. എനർജി പാർക്കിൽ തൊട്ടകലെയായി കാണുന്നതാണ് മാജിക് ടാപ്പ്. കണക്ഷനുകളില്ലാതെ ജലം ധാരയായി താഴേക്ക് പ്രവഹിക്കുന്നു. എനർജി പാർക്ക് ഒരു വിദ്യാഭ്യാസ ഇടമായും വിനോദ മേഖലയായും പ്രവർത്തിക്കുന്നു. ഊർജത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ, പരിസ്ഥിതിയിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഇവിടം സഹായകരമാവുന്നു. മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങിലൂടെ സയൻസ് പാർക്കിനെ വിവിധ പവലിയനുകളായി തരംതിരിച്ചിരിക്കുന്നു. പല ആകൃതിയിലും ഷേപ്പിലും വരുന്ന മെറ്റൽ പീസുകൾ പ്രത്യേക തരത്തിൽ പതിപ്പിച്ച് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു സയൻസ് പരമായ ഒരു ആർട്ടും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. മിസൈൽ പാർക്ക്. രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച മിസൈൽ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടേക്ക് വന്നെത്തുന്ന രക്ഷിതാക്കളോടൊത്തും അധ്യാപകരോടൊത്തും എത്തുന്ന കുട്ടികളുടെ എണ്ണമറ്റ സെൽഫികളുടെയും ഗ്രൂപ്പുകളുടെയും പ്രധാന ഇടമായി മാറിക്കഴിഞ്ഞു. DRDOയുടെ മുൻ ഡയറക്ടറായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ആകാശ്, പൃഥ്വി, ശക്തി, ബ്രഹ്മോസ് എന്നീ 6ഓളം മിസൈലുകളുടെ യഥാർത്ഥ വലിപ്പത്തിലുള്ള മോഡലുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പൃഥ്വിയുടെ യഥാർത്ഥ ഷെൽ തന്നെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതും. സ്പേസ് തിയേറ്റർ. 2D സെല്ലുലോയിഡ് അധിഷ്ഠിതമായ ഫിലിം പ്രൊജക്ഷൻ സംവിധാനങ്ങളിൽ നിന്ന് ഡിജിറ്റൽ പ്രൊജക്ഷൻ സംവിധാനത്തിലേക്ക് സ്പേസ് തിയേറ്റർ മാറിക്കഴിഞ്ഞു. ഒപ്റ്റിക്കൽ മിഥ്യാധാരണകളിലൂടെയും സംവേദനാത്മക ഡിസ്പ്ലേകളിലൂടെയും നമ്മുടെ മസ്തിഷ്കം നമുക്ക് ചുറ്റും ദൃശ്യലോകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അനുഭവം നമ്മുടെ ധാരണകളെ വെല്ലുവിളിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്ന മനസ്സിനെ വളച്ചൊടിക്കുന്ന ഒരു ദൃശ്യാനുഭവമാണ്. ഇതൊരു 3D വിഷൻ തിയേറ്ററാണ്. ധാരണകളുടെ ആകർഷകമായ ലോകത്തേക്ക് ഇത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഒരു അനുഭവം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും സാധ്യമാകുന്നു. മെറിടൈം സെന്റർ.
പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇരുനില കെട്ടിടത്തിലാണ് ഇവിടെ പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കടൽ തിരമാലയുടെ പ്രവർത്തനങ്ങൾ, ബോട്ടുകൾ, കപ്പലുകൾ ഇവയുടെ പകർപ്പുകളും, കടലിലൂടെ പോകുന്ന കപ്പലുകളുടെ സ്കെയിലുകൾ, മോഡലുകൾ എന്നിവയെക്കുറിച്ചുള്ളവയാണ് ഇവിടത്തെ പ്രദർശനങ്ങളുടെ ശേഖരങ്ങൾ